അങ്ങനെ നമ്മുടെ രേവതിയെ നമ്മുടെ ചന്ദ്രമതി രാശിയില്ലാത്തവളാണ്, അതുകൊണ്ട് നീ അരിക്കലത്തിൽ തൊട്ടുപോകരുത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചന്ദ്രമതി ആകെ വേദനിപ്പിച്ച് സങ്കടപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ കാണിച്ച ഓരോരോ പ്രവൃത്തികൾ ഓർത്തിട്ട് നമ്മുടെ രേവതി ഇങ്ങനെ മാറി നിന്ന് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ അച്ചാമ്മയുടെ കോൾ വരികയാണ്. അപ്പോൾ അച്ചാമ്മ കാര്യം തിരക്കുമ്പോൾ നമ്മുടെ നമ്മുടെ രേവതി കാര്യങ്ങളെല്ലാം വിശദമായിട്ട് നമ്മുടെ അച്ചമ്മയോട് പറഞ്ഞിരിക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ അച്ചമ്മ ചന്ദ്രാലയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത്രയും കാര്യങ്ങളായിരുന്നല്ലോ നമുക്ക് ഈ ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നത്. ഇനി പറയാൻ പോകുന്നത് നമ്മുടെ പ്രൊമോ വീഡിയോയെക്കുറിച്ചാണ്. നല്ലൊരു അടിപൊളി പ്രൊമോ വീഡിയോ ആണ് വന്നിരിക്കുന്നത്, പറയാതെ നിവൃത്തിയില്ല. സൂപ്പർ പ്രൊമോ വീഡിയോ ആണ്. അടുത്ത ആഴ്ച മുഴുവനും നമ്മൾ അറിയാതെ തന്നെ കാത്തിരുന്ന് പോവും. അത്രയും നല്ല അടിപൊളി പ്രൊമോ വീഡിയോ ആണ് നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ആ പ്രൊമോ വീഡിയോ എന്താണെന്ന് കേൾക്കുന്നതിന് മുമ്പ് ആദ്യം നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ പിന്നീട് ആകുമ്പോൾ മറന്നു പോവും. അതുകൊണ്ടാണ് ഇപ്പോഴേ പറയുകയാണ്. ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, നമുക്ക് നേരെ പ്രൊമോ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ എന്ത് ചെയ്യുന്നോ, അങ്ങനെ നമ്മുടെ സച്ചിയുടെയും രേവതിയുടെയും മഞ്ഞൾ കല്യാണം വന്നിരിക്കുകയാണ്. അതായത് മാല കോർക്കൽ കല്യാണം എന്നൊക്കെ പറയുമല്ലോ, താലി കോർക്കൽ ചടങ്ങ് എന്നൊക്കെ ചിലയിടത്ത് പറയുമല്ലോ. അങ്ങനെ ഒരു കല്യാണം വന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സച്ചിയെയും രേവതിയെയും ഇങ്ങനെ വീട്ടിലിരുത്തിയാണ് അവർ ആ ചടങ്ങ് നടത്തുന്നത്. അങ്ങനെ നമ്മുടെ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ പത്തരമാറ്റ് സീരിയൽ കണ്ടതാണ് ആ ഒരു ചടങ്ങ്. സെയിം ഈ ചടങ്ങ് തന്നെ ആവണം ഇവിടെയും വന്നിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ സച്ചിയും രേവതിയും രണ്ടുപേരും വിവാഹ വസ്ത്രമൊക്കെ ധരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. നല്ല വെളുത്ത സാരിയാണ് നമ്മുടെ രേവതി കൊടുത്തിരിക്കുന്നത്. സച്ചിയും അതുപോലെ വെളുത്ത ഡ്രസ്സിൽ, വിവാഹ ഡ്രസ്സിലാണ് രണ്ടാളും ഇരിക്കുന്നത്. അങ്ങനെ രണ്ടു പേർക്കും നല്ല ചുമന്ന കളറിലുള്ള പൂമാലയൊക്കെ കൊടുക്കുകയാണ്. അങ്ങനെ അവർ പരസ്പരം പൂമാല കഴുത്തിലിടുകയാണ്. അങ്ങനെ ആ ഒരു ചടങ്ങെന്ന് വെച്ചാൽ എല്ലാവരും വരികയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട്. നമ്മുടെ രേവതിയുടെ അമ്മ വരുന്നുണ്ട്, രേവതിയുടെ ഫാമിലിയിലുള്ള എല്ലാവരും ഉണ്ട്, ഭാമയുണ്ട്. അങ്ങനെ അതേ സമയത്തുണ്ടല്ലോ ഈ ചടങ്ങ് നടക്കുന്ന സമയത്ത് വന്നിരിക്കുകയാണ് മറ്റാരുമല്ല നമ്മുടെ ശ്രുതി മരുമകളാകാൻ പോകുന്നതിൻ്റെ ഇടയ്ക്കുള്ള ആദ്യമായിട്ടുണ്ടാകുന്നൊരു സംഭവമാണിത്. അങ്ങനെ നമ്മുടെ ചന്ദ്രമതി നമ്മുടെ ശ്രുതിയെ കൂടി ക്ഷണിച്ചിരിക്കുകയാണ് ഈ ഒരു ചടങ്ങിന്. അങ്ങനെ ശ്രുതിയുടെ ആധിപത്യം ഉറപ്പിക്കാനായിട്ട് ശ്രുതി വലിയ മരുമകളൊക്കെ ചമഞ്ഞ് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്, ശ്രുതി അടിപൊളിയായിട്ട്. അപ്പോൾ നമ്മളെ ശ്രുതി ഒരു കാഴ്ച കണ്ടിട്ട് ഭയങ്കര ഞെട്ടിപ്പോവുകയാണ്. സംഭവം മറ്റൊന്നുമല്ല, ദേ നിൽക്കുന്നു ശ്രുതിയുടെ മകൻ ആദിയും അമ്മയും. അങ്ങനെ അമ്മയെയും ശ്രുതിയുടെ മകനെയും കണ്ടിട്ട് ശ്രുതി ആകെ ഡള്ളായി നിൽക്കുകയാണ്. ഇനി തൻ്റെ ജീവിതം എന്താവും, തൻ്റെ കല്യാണം മുടങ്ങുമോ, ഇനി എന്താണാവോ നടക്കുന്നതെന്നൊന്നും അറിയാതെ ഇങ്ങനെ കറണ്ട് അടിച്ചതുപോലെ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ശ്രുതി. ആകെ ടെൻഷനിലാണ് പുള്ളിക്കാരത്തി. അതിനൊരു കാരണം കൂടിയുണ്ട് ഇങ്ങനെ നിൽക്കാനായിട്ട്. കാരണം ആദ്യം എങ്ങാനും ആൻറ്റി എന്ന് വിളിച്ചിട്ട് അടുത്ത് ചെല്ലുവാണെങ്കിൽ എല്ലാ പദ്ധതിയും പൊളിയും. കാരണം പുള്ളിക്കാരത്തി പറഞ്ഞു വെച്ചിരിക്കുന്നത് പുള്ളിക്കാരത്തിയുടെ ഡാഡി ഗൾഫിലാണ്, അമ്മ മരിച്ചുപോയി, അങ്ങനെയൊക്കെയുള്ള ഓരോരോ കാര്യങ്ങളാണല്ലോ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ശ്രുതി ഇങ്ങനെ ആകെ ടെൻഷനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ കല്യാണങ്ങളുണ്ടല്ലോ, ഈ താലി കോർക്കൽ ചടങ്ങും കാര്യങ്ങളൊക്കെ നമ്മുടെ അച്ചമ്മയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. നമ്മുടെ സച്ചിയെയും രേവതിയെയും ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടും. അതിൻ്റെ ഒപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അവരുടെ ശാന്തി മുഹൂർത്തത്തിൻ്റെ ഡേറ്റൊക്കെ എടുത്തിരിക്കുകയാണ് നമ്മുടെ അച്ചമ്മ. അങ്ങനെ താലി കോർക്കൽ ചടങ്ങ്, ശാന്തി മുഹൂർത്തം, ശ്രുതിയുടെ ഷോക്കിങ്, ഇത് എല്ലാം കൂടി ഒത്തുചേർന്ന ഒരു അടിപൊളി വീഡിയോയാണ് ഇനി വരും ദിവസങ്ങളിൽ വരാനായിട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഇഷ്ടമാവാത്തവർ തീർച്ചയായും ഡിസ്ലൈക്ക് ചെയ്തോളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും നിങ്ങളത് കമൻറ്റ് ചെയ്തേക്കണം. മാന്യമായ കമൻറ്റുകൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇനി ഒരിക്കൽ കൂടി പറയുകയാണ്, ഇത്രയും നേരം പറയുന്നതിൻ്റെ ഇടയ്ക്ക് ആരെങ്കിലും മിസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിലോ, ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിലോ, ചിലപ്പോൾ ചിലർ വിചാരിക്കും ഇങ്ങനെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലാസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാം എന്ന് വിചാരിക്കും, എന്നിട്ട് സമയത്ത് മറന്നു പോകും. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തേക്കണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോകൾ അപ്പോഴായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂവുമായിട്ടും പ്രൊമോ വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബായ്.